وكلهم من رسول الله ملتمس غرفا من البحر أو رشفا من الديم وواقفون لديه عند عدهم من نقطات العلم أو من شكلات الحكم مولاي صل وسلم دائما أبدا للخلق كلهم وانصب إلى ذاته ما شئت من شرفه وانصب إلى قدره ما شئت من علمه فإن فضل رسول لله واركجل فإن فضل رسول لله ليس له حد فيعرب عنه ناطق بفمه مولاي صل وسلم. ഇത് റഹ്മത്തുള്ള പറയുന്നത് ഒരാളെ തോൽപ്പിക്കാനല്ല, ഒരാളെ തോൽപ്പിക്കൽ എന്റെ ലക്ഷ്യമല്ല, ഇത് ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. മുഹമ്മദ് എന്ന മനുഷ്യന്റെ വലിപ്പത്തരം പ്രചരിപ്പിക്കപ്പെട്ടാലേ രണ്ട് ഉപകാരങ്ങളുള്ളൂ. ഒന്ന്, ഇസ്ലാം അല്ലാത്ത ആൾക്ക് ഇസ്ലാമിനെ പറ്റി ബോധമുണ്ടാകൂ. മുസ്ലിമായ മനുഷ്യന് ഞാൻ യഥാർത്ഥ മുസ്ലിം ആകണമെന്ന് തോന്നുകയുള്ളൂ. എന്തിനാണ് നബിമാരുടെ മദ്ഹ് പറയുന്നത്? മനസ്സിലായില്ല. ഒന്ന്, നബിമാർ മദ്ഹ് പറയാൻ മാത്രം ഒന്ന് നബിമാർ മദ്ഹ് പറയാൻ മാത്രമുണ്ട്. മദ്ഹ് പറയാൻ മാത്രം ഉണ്ട് എന്നല്ല, അവരെ മദ്ഹ് പറയാൻ മാത്രം നമ്മളില്ല. فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمه مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ചിന്തിക്കണം, അതെന്ത് കാര്യം അങ്ങനെയാണ്. ഇതിന്റെ ലോജിക്ക് പഠിക്കണം. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? എന്തിനാ നബിമാർ ഏത് നബിയെയും പറയപ്പെടുന്നതിൽ ഗുണേ ഉള്ളൂ. എന്തുകൊണ്ട്? അതിങ്ങനെ കേട്ടാൽ ദോഷിയായ മനുഷ്യന് തോന്നും, ആ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് ആ മനുഷ്യന്റെ അടുത്തേക്ക് പോയിട്ട് ആ മനുഷ്യന്റെ പ്രസ്ഥാനത്തെ പുൽകിയിട്ട് എനിക്കും നന്നായെങ്കിൽ എത്ര നന്നായിരുന്നു. അത് അല്ലാഹുവിന്റെ നബിമാർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നാട്ടിൽ അറിയിക്കും. അങ്ങനെ തെണ്ടി നടന്നതാണ് സയ്യിദ്നാ സൽമാൻ റളിയല്ലാഹു അൻഹു. സയ്യിദ്നാ സൽമാൻ, മഹാനായ സയ്യിദ്നാ സൽമാൻ, നിങ്ങൾക്കറിയോ സൽമാന്റെ വീട്ടില് 100 കൊല്ലങ്ങളായി കത്തിജ്വലിക്കുന്ന അഗ്നി ഉണ്ടായിരുന്നു. അഗ്നി ആരാധകന്മാരുടെ മേൽശാന്തിക്കാരനായ ഏറ്റവും വലിയ പൂജാരിയുടെ മകനാണ് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു. പേർഷ്യക്കാരനാണ്. വീട്ടില് വിറക് കൊണ്ടുവന്നിട്ട് തീയിൽ വിറകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം 200 പണിക്കാരുണ്ട് സൽമാന്റെ പൊരയില്. ആ ഒരിക്കൽ സൽമാനോട് ഒരു വേദ പണ്ഡിതൻ പറയാണ്, മുഹമ്മദ് എന്നൊരു നബിയുണ്ട്, ജനിക്കാനായിട്ടുണ്ട്, പോയാൽ കിട്ടും, മക്കത്ത് പോയാൽ കിട്ടും, മദീനത്തേക്ക് അടുത്ത് വരും, മദീനത്ത് പോയി പാർത്താൽ ആ നബിയെ കിട്ടും. നബി മദീനത്ത് എത്തുന്നതിന് മുമ്പ് വിവരം കിട്ടും വേദ പണ്ഡിതനിൽ നിന്ന്. ആർക്ക്? സൽമാന്. ആരാ സൽമാൻ? നിങ്ങൾക്ക് അറിയൂലേ? ഈ സൽമാൻ ആരാ നിങ്ങൾക്ക് അറിയോ? പിന്നെ ഫഖീറായി ജീവിക്കുക ആര്? മഹാനായ സൽമാൻ. ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സൽമാനുൽ ഫാരിസിയുടെ ഖബറിൽ പോയിരുന്നു. ബഹുമാനപ്പെട്ട ബഗ്ദാദ് പട്ടണത്തിലാണ്. ബഗ്ദാദ് പട്ടണത്തിൽ നിന്ന് 60ഓളം കിലോമീറ്റർ പോയാൽ സൽമാൻ പാക്കി എന്ന ഒരു പ്രദേശമുണ്ട്. അവിടെയാണ് സൽമാനുൽ ഫാരിസിയുടെ ഖബർ ഷരീഫ്. ഞാൻ ആ ഖബറിൽ സിയാറത്തിന് പോയിരുന്നു 3 ആഴ്ചകൾക്ക് മുമ്പ്. സുബ്ഹാനല്ലാഹ്. ആ സൽമാന്റെ ഖബറിൽ ചെന്നാൽ അവിടെ മുത്തുനബിയുടെ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്, സൽമാനു മിന്നി വമിൻ അഹ്ലി ബൈതി. സൽമാൻ എന്നിൽപ്പെട്ടവനാണ്, എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അതിനൊരു കാരണം ഉണ്ടായി. ഇങ്ങനെ അന്വേഷിച്ച് വന്ന് നാടും വീടും കൂടുമ്പോക്കെ ഒഴിവാക്കി അടിമയായി വന്നിട്ട് പിന്നെ മദീനയിൽ പാർക്കാണ്. ആര്? സയ്യിദ്നാ സൽമാൻ റളിയല്ലാഹു അൻഹു. പറയണട്ടാ, ഭയങ്കര മഹാനാണ് സയ്യിദ്നാ സൽമാൻ റളിയല്ലാഹു അൻഹു. അഹ്ലുൽ ബൈത്തിലേക്ക് പുറത്തുനിന്ന് ഒരൊറ്റ ആളെ എടുത്തിട്ടുള്ളൂ, അത് സൽമാനാണ് റളിയല്ലാഹു അൻഹു. എന്റെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളാണ്. ആര്? സൽമാൻ എന്ന മുഹമ്മദ് മുസ്തഫ
ആ ഒരു പ്രത്യേകത റസൂലുള്ളാഹി മഹാന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വമിൻ അഹ്ലി ബൈത്തി. അങ്ങനെ അവൻ ആരുമില്ലാതെ പാർക്കുമ്പോ ഒരു സംഘം ആളുകൾ പിന്നെ സൽമാനെ കളിയാക്കി, തെണ്ടി തിരിഞ്ഞ് നടക്കണോന്. ഒന്നുമില്ല, ഒരു കുപ്പായം വരെയില്ല, ഒരു കരിമ്പടം കുത്തിയാണ് ജീവിക്കുക. അതിങ്ങനെ ഉച്ച ചൂടിലൊക്കെ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിരിക്കും സൽമാൻ റളിയല്ലാഹു അൻഹു. ഉച്ചയുടെ ചൂടല്ലേ, മരുഭൂമിയല്ലേ, വീർത്തിട്ട് ഇങ്ങനെ കുളിക്കും. ആട്ടുരോമത്തിന്റെ വാസനയും കമ്പിളിയുടെ ഈ ആട്ടുരോമവും വിയർപ്പും കൂടെ ആയിട്ട് ഒരു വൃത്തികെട്ട വാസന ഉണ്ടാവും സൽമാൻ ഇരിക്കണോടത്ത് റളിയല്ലാഹു അൻഹു. അപ്പൊ ഒരു ദിവസം റസൂലുള്ളാഹിനോട് വന്നിട്ട് സൽമാനെ കളിയാക്കുക, ഈ ജാതികളെ ഒഴിവാക്കിയാൽ ഞങ്ങൾ മുസ്ലിം ആയിക്കോളാം. ആരെ ചൂണ്ടി പറയും? സൽമാനെ ചൂണ്ടി പറയും. അപ്പൊ സൽമാൻ പൊട്ടി പൊട്ടി കരയും, പടച്ചോനെ ഇവര് മുസ്ലിം ആകാതിരിക്കാൻ കാരണം ഞാനാണല്ലോ, ഈ ദരിദ്രനായതുകൊണ്ട്. ആരാ മകനാത് നിങ്ങൾ ആലോചിക്കണം. മനസ്സിലായില്ലേ പറഞ്ഞത്? ആരെ മകനാ? പ്രഭുവിന്റെ മകനാ. പെരയിൽ വിറക് നിറക്കാൻ മാത്രം 200 പണിക്കാരാ. വിറ്റിപ്പിക്കരയുമ്പോൾ പുണ്യ റസൂൽ അണച്ചു കൂട്ടി പറഞ്ഞ ഹദീസാണ് സൽമാനു മിന്നീ വമിൻ അഹ്ലി ബൈത്തി. വിഷയത്തിലേക്ക് തിരിച്ചു വരിക. ഞാൻ അത് ഇറങ്ങിപ്പോയതാണ്, വിഷയത്തേക്ക് തിരിച്ചു വരിക. ഇത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം എന്താ? ഈ സൽമാനെ പോലത്തെ ആളുകൾക്ക് ഇത് വിവരം കൊടുക്കുന്നത് ആരാ? വേദപണ്ഡിതന്മാർ. അപ്പോൾ നബി വരുന്നതിന് മുമ്പ് തന്നെ നബിയുടെ ത്യാഗിയും വലിപ്പത്തിലും ഭൂമിയിൽ അല്ലാഹു അറിയിച്ചിട്ടേ ഉണ്ട്. ഇതാണ് ഇവിടെ എന്റെ വിഷയം. ഇനി ഞാൻ വേറെ സംഭവം കൂടി പറഞ്ഞുതരാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറയും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരു ദിവസം മത്താഫിൽ ഇങ്ങനെ ഇരിക്കുക. കുറച്ച് പെണ്ണുങ്ങളുണ്ട് മത്താഫിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കഅബാലയത്തിന്റെ അപ്പുറത്തെ മത്താഫിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആര്? ഖദീജ ബീവി. കുറച്ച് പെണ്ണുങ്ങളുണ്ട്. പണ്ട് അന്ന് റസൂലുള്ളാഹി വെളിവായിട്ടില്ല. അക്കാലത്ത് ഇങ്ങനെ ഇരിക്കണ നേരത്ത് ഒരു ജൂതനായ താടിക്കാരനായ ഒരു പണ്ഡിതൻ വന്നിട്ട് കഅബാലയത്തിന്റെ അടുത്ത് വരും. ഇവൻ താടിക്കാരൻ. ഒരു ജൂതനായ താടിക്കാരൻ കഅബാലയത്തിന്റെ അടുത്ത് വന്ന് വാഴ്ന്നു പറയും. എന്നിട്ട് പറയും, സൂര്യനേക്കാൾ തേജസ്സുള്ള ഒരാൾ മക്കയിൽ ജനിച്ചിട്ടുണ്ട്. അയാൾ അന്ത്യനാളിലെ റസൂലാണ്. അയാൾക്ക് ഒതുങ്ങാത്ത ഒരു സംഗതിയും ലോകത്തുണ്ടാവില്ല. കിസ്റയെയും കൈസറിനെയും അടക്കി ഭരിക്കും അയാൾ ഒതുങ്ങാത്തൊരു രാജാവ് ലോകത്തുണ്ടാവുകയില്ല. മക്കയിൽ ജനിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളെ, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ അയാൾ കല്യാണം കഴിക്കും. മനസ്സിലായോ പറഞ്ഞത്? തയ്യാറാകുന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ തയ്യാറായിക്കോളേ. അയാൾ അറയിലെ കിടക്ക വിരിച്ചു കൊടുക്കാൻ ഒരുക്കമുള്ള പെണ്ണുങ്ങൾ മുന്നോട്ട് വന്നോളേ. അയാള് ഇതാ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന് ഈ ജൂത പണ്ഡിതൻ പറഞ്ഞപ്പോൾ എല്ലാ പെണ്ണുങ്ങളും കല്ലെടുത്തെറിഞ്ഞു. ആരെ? ഇതിപ്പോ ഒരു സുഖമില്ലാത്തവർക്കാണ്. നബി വരാനായിട്ടുണ്ട്, ഇവിടെ വരും. വല്ലാത്ത നബിയാ. ഒരു രാജാവിനെയും ആ നബി ജയിക്കാതിരിക്കുകയില്ല. ഏത് രാജാവും ആ നബിയുടെ മുന്നിൽ തോറ്റു. ആ നബി വന്നാൽ പിന്നെ ഒരാൾക്കും ജയിക്കാൻ കഴിയില്ല. അങ്ങനത്തെ നബി വരാനുണ്ട് എന്ന് ഈ ജൂത പണ്ഡിതൻ അവിടെ നിന്നിട്ട്, നിങ്ങൾ എന്റെ കൂടെ അല്ലല്ലോ പടച്ചോനെ. മത്താഫിൽ കഅബാലയത്തിന് ചാരി നിന്ന് പ്രസംഗിക്കും. മത്താഫിൽ ഇരിക്കുകയാണ് ആര്? അതെ, ഖദീജ ബീവിയും കുറച്ച് പെണ്ണുങ്ങളും. അതിന് ബാക്കിയുള്ള പെണ്ണുങ്ങൾ മത്താഫ്, ഇന്നത്തെ മത്താഫ് ഒന്നുമല്ല, കല്ലല്ലേ, ചെരക്കല്ല് വെച്ച് പോയും കാക്കാന്നുള്ളത് വലിച്ചെറി. ആരെ? അതൊരു അശ്ലീലല്ലേ? ഒരു പൗതി അശ്ലീലത്തോടു കൂടിയാണ് ഇയാൾ പറയുന്നത്. ആ നബിക്ക് കിടക്ക വിരിച്ചു കൊടുക്കാൻ ആരെങ്കിലും പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്നോളി എന്ന് പറയും. വളരെ ശ്രദ്ധിക്കണേ. കാര്യങ്ങൾ ചിലർ മനസ്സിലാക്കൂല. ഒരു വിഷയത്തിനൊരു അടിസ്ഥാനമുണ്ട്, ഇത് മനസ്സിലാക്കൂല. വെറുതെ തർക്കിച്ച് നടക്കും. എന്തിനാണ് ഇതിലൊക്കെ തർക്കിക്കുന്നത്? ഒരു ഹൃദയം ഒന്ന് വലുതാക്കി വെച്ചാൽ ഒക്കെ മനസ്സിലാവും. എന്താണ് ഇത് മനസ്സിലാക്കാത്തത്? എനിക്ക് തിരിയണില്ല. നോക്കൂ നിങ്ങൾ, അന്ന് നബി വെളിവായിട്ടില്ല. ഇത് വന്നിട്ട് ഇയാൾ ഇങ്ങനെ പ്രസംഗിക്കും. ആര്? ഒരു താടി നീട്ടിയ ജൂത പണ്ഡിതൻ. അപ്പൊ പെണ്ണുങ്ങളെ, നിങ്ങൾ ഈ നബിക്ക് കിടക്ക വിരിച്ചു കൊടുക്കണ ഒരാൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട്, തയ്യാറാണ്, ഒരുങ്ങിക്കോളിട്ട് ആ കിടക്കയും കൊണ്ട് ഒരുങ്ങിക്കോളി എന്ന് പറയുന്നതോട് കൂടെ ബാക്കിയുള്ള പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? കല്ലെടുത്ത് വലിച്ചെറി ഈ ജൂത പണ്ഡിതനെ. ഖദീജ ബീവി ഉണ്ടാവില്ല. ഖദീജ ബീവി ഇങ്ങനെ ആലോചിക്കും, എന്ത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ തിരക്കിടില്ല. ആരാഗ്രഹിക്കും? ഖദീജ റളിയല്ലാഹു അൻഹാ. അന്ന് മുത്തുനബിക്ക് 20 വയസ്സാണ്. 25 ആരെ കിട്ടുന്നത്? ഖദീജ. 40 നബിയാണ്. നബിയാകുമ്പോൾ ഖദീജ ബീവി നബിയോട് പറയുന്നുണ്ട്,
എന്നെ കെട്ടണേന്റെ 5 കൊല്ലം മുമ്പ് എനിക്കറിയാം നിങ്ങൾ നബിയാവും. ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ നിങ്ങളല്ലാത്തൊരാൾ മക്കയിൽ അനുവദിച്ച ആളില്ല. അന്ന് മുതൽ ഞാൻ കൊതിക്കാൻ തുടങ്ങിയതാണ് നിങ്ങളെ ഭർത്താവായി കിട്ടിയെങ്കിൽ തന്നായിരുന്നോ. അന്ന് വിധവയാണ് ആര്? ഖദീജ ബീവി. 2 ഭർത്താക്കന്മാർ നേരെ കെട്ടി. അതിൽ ഒരഭിപ്രായം 3 കുട്ടികളുണ്ടായി, ഒരഭിപ്രായം 5 കുട്ടികളുണ്ടായി. മനസ്സിലാണ്ട പറഞ്ഞത്? ഒരഭിപ്രായം 3 കുട്ടികളുണ്ടായി നേരത്തെ, ഒരഭിപ്രായം 5 കുട്ടികളുണ്ടായി, 2 അഭിപ്രായമുണ്ട്. വിധവയായി. പിന്നെ കല്യാണം വന്ന് വേണ്ട അപ്പഴത്തിന് ഹുവൈലിദ് മരിച്ച് ബാപ്പ. പിന്നെ ആങ്ങളമാരും അമ്മാവന്മാരും ഒക്കെ കാര്യം നടത്തുന്നത്. അവര് കല്യാണം കൊണ്ടുവരും. ഖദീജ ഒന്ന് ചൊറുക്കുണ്ട്, പിന്നെ പള്ള നിറച്ച് പൈസ ഉണ്ട്. 2 ഭർത്താക്കന്മാരെ അനന്തര സ്വത്ത് ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. പിന്നെ മക്കയിൽ ഇങ്ങനെ മാനേജർമാരെ കൂട്ടിയിട്ട് ഒട്ടകക്കൂട്ടങ്ങളെ ഷാമിലേക്കും യമനിലേക്കും പറഞ്ഞേക്കും. അങ്ങനെ പൈസ ഇങ്ങനെ വർദ്ധിക്കും. പിന്നെ ഏത് സംഘവും കഅബാലയത്തിൽ നിന്നാ പുറപ്പെടുക. കഅബാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഏത് കച്ചവട സംഘത്തെയും അവിടെ കച്ചവടത്തിന് പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ആരറിയും? ഖദീജ ബീവി അറിയും. കാരണം ബൈന ജിദാരിൽ കഅബത്തി വ ജിദാരി ബൈത്തി ഖദീജത 9 അദ്റുഇന്നാണ്. കഅബാലയത്തിന്റെ ചുമരും ഖദീജ ബീവിന്റെ പൊരയും തമ്മിൽ 9 മുഴ. മനസ്സിലായോ നിങ്ങൾക്ക്? മുഴ എന്നതല്ലേ? 9 മുഴ. 9 അദ്റുഇൻ 9 മുഴാണ്. അഖറബു ബുയൂതി ഇലൽ കഅബത്തി ബൈത്തു ഖദീജ. കഅബാലയത്തിലേക്ക് ഏറ്റവും അടുത്ത വീട് ഏതാ? ഖദീജ ബീവിയുടെ വീട്. നബി അന്ന് കെട്ടിയിട്ടൊന്നുമില്ല, നബി വെളിവായിട്ടില്ല. അപ്പൊ എല്ലാ യാത്രാ സംഘം പുറപ്പെടുമ്പോഴും ഒരു സംഘത്തെ ഖദീജ ബീവി പറഞ്ഞേക്കും. അപ്പൊ പൈസ ഇങ്ങനെ വരും, പമ്പം പൈസ. അപ്പൊ ഏത് മുതലാളി കുട്ടികൾക്കും പൂതിയാണ് ആരെ കെട്ടാന്? ഖദീജ ബീവിയെ. ഒന്ന് 40 വയസ്സൊക്കെ അടുത്തായിട്ടുണ്ടെങ്കിലും ഒന്ന് നല്ല സുന്ദരിയാണ്. 2 പൈസ പള്ളർച്ച. 3 ഹുവൈലിദിന്റെ മകളാ. ഹുവൈലിദ് എന്ന് പറഞ്ഞാൽ ആരാ? അബ്ദുൽ മുത്തലിബ് പോലും ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ വലഭാഗത്ത് ആരെ ഇരുത്തും? ഹുവൈലിദിനെ കൂടെ ഇല്ല. മനസ്സിലായ പറഞ്ഞത്? ഒരു വർത്താനൊന്നും പറയില്ല, പൈസക്കാരനാ. വർത്താനം പറയാൻ കഴിയും ആർക്ക്? അബ്ദുൽ മുത്തലിബിന്. പൈസ ഇല്ല, നിങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അബ്ദുൽ മുത്തലിബിന് ഞാൻ പറഞ്ഞു, പക്ഷെ എന്തില്ല, മോനാരിയല്ല. ഹുവൈലിദ് അങ്ങനെയല്ല, ഭയങ്കര പൈസക്കാരനാണ്. പക്ഷെ എന്തു അറിയില്ല, അബ്ദുൽ മുത്തലിബിന് ഭയങ്കര ബഹുമാനമാണ്. അബ്ദുൽ മുത്തലിബും ഹുവൈലിദും ഒപ്പ എപ്പോഴും. ഏത് വിഷയത്തിലും അബ്ദുൽ മുത്തലിബ് ഉണ്ടോ അതിലുണ്ടാവും, ഹുവൈലിദ് ഉണ്ടാവും. ഏത് യാത്രയിലും ഹുവൈലിദ് പൈസ വാക്കും. കാരണം അബ്ദുൽ മുത്തലിബിന് ഞാൻ മാത്രമേ ചെയ്യുന്ന ആർക്കറിയാം? ഹുവൈലിദിനറിയാം. ഹുവൈലിദിന്റെ വീടോ കഅബയിലേക്ക് വളരെ അടുത്ത്. ഹുവൈലിദിന്റെ വീട്ടിന്റെ ചുമരിനോട് തൊട്ടടുത്തൊരു മരം ഉണ്ടായിരുന്നു. ആ മരം ഇങ്ങനെ തൂങ്ങി കഅബാലയത്തിന്റെ മേലക്കട വന്നു. തവാഫിനോര് അക്കാലത്ത് അവിടെ വന്നാലും ഒന്ന് നിൽക്കും. കാരണം അവിടെ ഒരു പറയും തണുപ്പുണ്ട്. ഇത് പിന്നെ ഈ മരം പിന്നെ അങ്ങനെ നിന്നു. റസൂലുള്ളാഹിന്റെ കാലത്ത് ആ മരം ഉണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മത്താഫ് വികസിപ്പിക്കാൻ വേണ്ടിയാണ് ആ മരം മുറിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത്രയും വലിയ ബന്ധാണ്. അപ്പൊ ഏതാൾ വന്നാലും അവിടെ നിൽക്കും ഹുവൈലിദിന്റെ വീട്ടിന്റെ ഏരിയയിൽ. അപ്പൊ എല്ലാ നിലയിലും ഭയങ്കര ബന്ധ ഹുവൈലിദുമായി. മനസ്സിലാണ്ട് പറഞ്ഞത് ചിന്തിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എല്ലാ ആളുകളും ഖദീജ ബീവിയെ ഭാര്യയെ കിട്ടിയെങ്കിൽ കുതിക്കും. പക്ഷെ ഖദീജ ബീവി തയ്യാറാവില്ല. ഖദീജ ബീവിയുടെ മനസ്സിൽ ഒരാളുണ്ട്, വേദപണ്ഡിതന്മാർ പ്രവചിച്ചു പറഞ്ഞ ഒരു മഹാനായ പ്രവാചകൻ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വിഷയത്തിന്റെ 1ാം ചാപ്റ്റർ അതിന്റെ എല്ലാ വിഷയവും ക്ലോസ് ആയി. എന്തുകൊണ്ട്? ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ഭൂമിയിൽ അറിയിച്ചിട്ടാണ് ഇവർക്കൊക്കെ ഇത് അറിയാൻ കഴിയും. മനസ്സിലായില്ലേ? പിന്നെ ഖദീജ ബീവി പറയാണ്, എന്ത്, നിങ്ങൾ എന്നെ കെട്ടണിന്റെ 5 കൊല്ലം മുമ്പ് എനിക്കറിയാം നിങ്ങൾ ആരാണ്. പറ, ആരാണ്? നബിയാണ്. അതുകൊണ്ട് തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ് എന്നീ ഉമ്മത്തിൽ ആദ്യം പറഞ്ഞ ആളാരാ? ഖദീജ ബിൻത് ഖുവൈലിദാണ്. ബിത്തിഫാഖിൽ ഉമ്മ. ഈ സമുദായത്തിൽ അതിൽ തർക്കമില്ല. ചിന്തിക്കണം. എന്താ കാരണം? നേരത്തെ തന്നെ നബിയുടെ വിവരം, നബിയുടെ മഹത്വം വിവരം. മനസ്സിലായോ? അപ്പൊ മുമ്പാണെങ്കിലും പിമ്പാണെങ്കിലും അല്ലാഹു തആല ചെയ്യുന്ന പണി എന്താ? നബിമാരുടെ മഹത്വം ഭൂമിയിൽ അങ്ങനെ അറിയിക്കും. ഒന്ന്, ഇവിടെ വേറൊരു വിഷയം കൂടി ഉണ്ട്. ഏത് നബിയെയും ആ നബിയുടെ സൊസൈറ്റിയിൽ മഹത്വം അറിഞ്ഞാൽ മതി. ഈ നബി അത് പോരാ.
കാരണം ഏത് നബിയും സൊസൈറ്റിയിലേക്കാണ്. ഈ നബി സൊസൈറ്റിയിലേക്കല്ല, ഈ നബി വിശ്വമാസകരാണ്. നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? ഉറങ്ങുന്നുണ്ടോ? ചിന്തിക്ക് ചിന്തിക്ക് ചിന്തിക്ക്. ആദി എന്ന ജനതയിലേക്ക് മാത്രം നാം ഹൂദിനെ അയച്ചു. ഓഹോ, അപ്പോൾ ഒരു യൂണിവേഴ്സൽ മെസ്സഞ്ചർ അല്ല. എർത്തിന് മൊത്തമുള്ള മെസ്സഞ്ചർ ആണോ? അല്ല. ഏഷ്യക്ക് മൊത്തം മെസ്സഞ്ചർ ആണോ? അല്ല. ഏഷ്യയിലെ ഒരു ഏരിയയിൽ താമസിച്ച ജനതയാണ്, ഹിജാസിന്റെ പരിസരത്തെ ഒരു ഏരിയയിൽ താമസിച്ച ഒരു കാലത്തെ ജനതയാണ് ആദ്. അവരിലേക്ക് മാത്രം, ഏഷ്യ വൻകരയിലേക്ക് ഫുള്ളും ഇല്ല, അതിലെ ഒരു ചെറിയ പ്രദേശമായ ഹിജാസിന്റെ പരിസരത്തുള്ള ഒരു കബീലയായിരുന്നു ആദ്. അവരിലേക്ക് മാത്രമുള്ള മെസ്സഞ്ചറാണ്, നബിയാണ് ആര്? ഹൂദ്. നോക്കണം, അങ്ങനത്തെ നബിയാവുമ്പോ ആ നാട്ടുകാർ മാത്രം അറിഞ്ഞാൽ മതിയും നബിയുടെ മാത്രം. കാരണം ഈ നബി അറിഞ്ഞാലും മറ്റൊരു വിശ്വസിക്കേണ്ടതില്ല, കാരണം മറ്റൊരു നബി അല്ല. മനസ്സിലായോ പറഞ്ഞത്? ആ നബിയുടെ മാത്രം ആ നാട്ടുകാർ അറിഞ്ഞാൽ മതി. എല്ലാ നബി അങ്ങനെയാണ്. മദിയൻ എന്ന പട്ടണത്തിലേക്ക് മാത്രം നാം ശുഐബിനെ അയച്ചു. അങ്ങനെയാണ്. നൂഹ് ജനിച്ച നാട്ടിലേക്ക് നാം നൂഹിനെ അയച്ചു. ഏതാ നൂഹ് അലൈഹിസ്സലാം? വെറുതെ അലൈഹിസ്സലാം. ഏതാണ് നൂഹ് ജനിച്ച നാട്? അലൈഹിസ്സലാം യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇടയിലുള്ള ഏരിയ. യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇടയിൽ 108 കിലോമീറ്റർ ആണ്. ഞാൻ പലവട്ടം ആ ഏരിയ കണ്ടതാണ്. യൂഫ്രട്ടീസിൽ നിന്ന് ടൈഗ്രീസിലേക്ക് 108 കിലോമീറ്റർ ആണ്. അതായിരുന്നു ആര്? അതായിരുന്നു ഒന്നാം മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. അതിലേക്ക് മാത്രം വന്ന റസൂലാണ് ആര്? ചിന്തിക്കണം. ജെറൂസലേമിൽ നിന്ന് 10-20 കിലോമീറ്റർ പോയാൽ സദൂം എന്ന നാട്ടിൽ എത്തും. അവിടേക്ക് മാത്രമുള്ള നബിയായിരുന്നു ലൂത്ത്. വലിയ ആളാ, പക്ഷെ അവരിപ്പോഴും ഒരു സൊസൈറ്റിയുടെ മെസ്സഞ്ചറാണ്. മത്തായി സുവിശേഷത്തിൽ കാണാം, ഇസ്രായേലിന് പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു യേശുദേവൻ. ഒരു സ്ത്രീ അലമുറയിട്ട് പിന്നാലെ വന്നു, കർത്താവേ ദാവീദ് പുത്ര, അവളെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. കർത്താവോ അവളെ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോയി. അവൾ അലമുറയിട്ട് പിന്നാലെ വന്നാകെ അപ്പോസ്തലന്മാർ കർത്താവോടായി പറഞ്ഞു, കർത്താവേ ദാവീദ് പുത്ര, അവൾ അലമുറയിടുന്നത് അങ്ങ് കേൾക്കുന്നില്ലേ? അങ്ങ് അവളെ അനുഗ്രഹിച്ചാലും. കർത്താവ് ഇങ്ങനെ പ്രതിവചിച്ചു, ഇസ്രായേലിന്റെ പുറത്ത് സുവിശേഷം പറയാൻ എന്നെ നിയോഗിച്ചിട്ടില്ല. ഇസ്രായേലിന് പുറത്തെ സുവിശേഷം പറയുന്നത് സ്വന്തം മക്കളുടെ അപ്പം നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് പോലെയാണ്. മത്തായി സുവിശേഷം 10-ാം ഖണ്ഡം 24, 25, 26 വചനങ്ങൾ. മത്തായി സുവിശേഷം, ന്യൂ ടെസ്റ്റ്മെന്റ്, ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ല. നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഒരു യൂണിവേഴ്സൽ മെസ്സഞ്ചറായി, ഒരു വിശ്വത്തിനാകമുള്ള ഒരു നബിയായി ഇന്ന് ഉയർത്തക്കാട്ടപ്പെടുന്ന ഒരു നബിയാണ് ആര്? ഈസ. എന്നാൽ ബൈബിൾ പോലും പറയുന്നുണ്ട് അദ്ദേഹം ഒരു യൂണിവേഴ്സൽ മെസ്സഞ്ചർ അല്ല. മനസ്സിലായോ? മത്തായി സുവിശേഷം ന്യൂ ടെസ്റ്റ്മെന്റ്, ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ല, ന്യൂ ടെസ്റ്റ്മെന്റിലുണ്ട്. വളരെ ചിന്തിക്ക്. അപ്പോൾ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖ്യാതി ആ നാട്ടിൽ അറിഞ്ഞാൽ മതി. ഇനി എത്ര കാലത്തേക്കാ നബി? ഇന്ന് ഈസ നബി അല്ല. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ലേ? ഈസ എത്ര കാലത്തിനാ നബി? ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന് നുബുവത്ത് കിട്ടുന്നത്, കിതാബ് കിട്ടുന്നത് നബിയായി തന്നെ അള്ളാഹു നിയോഗിച്ചു എന്ന് തൊട്ടിൽ കിടന്ന് പറയുന്നുണ്ടെങ്കിലും AD 29 കിതാബ് കിട്ടുന്നത് ഈസാ നബിക്ക്. AD 32 ഉയർത്തപ്പെട്ടു. കിതാബും കൊണ്ട് ഈസാ നബി ഭൂമിയിൽ ജീവിച്ചത് ഓൺലി 3 years, 3 കൊല്ലം. AD 29 ഇഞ്ചിൽ കിട്ടി, AD 32 ഉയർത്തപ്പെട്ടു.
അതിന്റെ കൂടെ അല്ലേ? അപ്പൊ നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ കുറഞ്ഞ കാലത്തൊക്കെ നബിമാരായവരവരൊക്കെ. എന്നാൽ ഇതങ്ങനെയല്ല. അങ്ങനെയുള്ള നബിമാരുടെ ഖ്യാതി ഒരു കാലത്ത് മാത്രം പരിമിതപ്പെടുത്തിയാൽ മതിയാവും. അപ്പൊ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്ത്? ചില ആളുകൾ ചോദിക്കും, ഞങ്ങൾ ഈസാ നബിന്റെയും മൗലൂദ് ഓതി. ഈസാ നബിന്റെ മൗലൂദ് ഓതി അത്ര അത്യാവശ്യമില്ല, ഈസാ നബി ഇപ്പൊ ആളല്ലല്ലോ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഇപ്പോ രംഗത്തില്ലല്ലോ. പണ്ട് 100-150 കൊല്ലം മുമ്പ് ഖാദിയരായ ഒരു മനുഷ്യന്റെ വൽപ്പത്തരം എപ്പോ പറയേണ്ട ആവശ്യം എന്താ? മരിച്ച് മണ്ണടിഞ്ഞു പോയില്ലേ? ഇപ്പോഴുള്ള ഖാദിയുടെ വൽപ്പത്തരം പറഞ്ഞാലല്ലേ നാട്ടിൽ നന്നാവുള്ളൂ. നിങ്ങൾ എന്റെ കൂടെ അല്ല, രംഗത്തുണ്ടെങ്കിൽ തിരക്കില്ല. നിങ്ങളെ ഖാദിയര് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങളാണ്, അങ്ങനെ തന്നെയല്ലേ? അല്ലെ, അങ്ങനെയല്ലേ? അപ്പൊ ആ മനുഷ്യന്റെ വൽപ്പത്തരം എപ്പോ പറയുന്നതിൽ ഒരു വില ഉണ്ട്. കാരണം നിലവിൽ എന്തിനാ ഖാദിന്റെ മൽപ്പത്തരം പറയണേ? 4 ആളെങ്കിലും ഖാദിന്റെ മൽപ്പത്തരം കേട്ട് നന്നായെങ്കിൽ നിലവിലുള്ള ഖാദിയല്ലേ? ഈ ഖാദിയനുണ്ടായ 500 കൊല്ലം മുമ്പ് ഉള്ളണത്ത് മരിച്ചുപോയ ഖാദിന്റെ മൽപ്പത്തരം പറയാറുന്ന ഈ ഖാദിനെ ഇൻസൾട്ട് ആക്കണമെന്നാണ് ഇതിന് വേന. അതുകൊണ്ട് കാര്യമില്ലേ? വളരെ ചിന്തിക്കണം. അതിന്റെ പിന്നെ മൽപ്പത്തരം പറഞ്ഞൂടെ? കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യമില്ല. എന്തുകൊണ്ട്? നിലവിലില്ല. എന്നാൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ ഫഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖിഹി വലം യുദാനൂഹു ഫീ ഇൽമി വലാ കറമി മൗലായ സ്വല്ലി വസല്ലം وكلهم من رسول لله ملتمس غرفا من البحر أو رشفا من الديم وواقفون لديه عند عدهم من نقطات العلم أو من شكلات الحكم مولاي صل وسلم دائما أبدا للخلق كلهم وانصب إلى ذاته ما شئت من شرفه وانصب إلى قدره ما شئت من علمه فإن فضل رسول لله وكجل فإن فضل رسول لله ليس له حد فيعرب عنه ناطق بفمه مولاي صل وسلم ഇത് റഹ്മത്തുള്ള പറയുന്നത് ഒരാളെ തോൽപ്പിക്കാനല്ല, ഒരാളെ തോൽപ്പിക്കൽ എന്റെ ലക്ഷ്യമല്ല. ഇത് ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. മുഹമ്മദ് എന്ന മനുഷ്യന്റെ വലിപ്പത്തരം പ്രചരിപ്പിക്കപ്പെട്ടാലേ 2 ഉപകാരങ്ങളുള്ളൂ. ഒന്ന്, ഇസ്ലാം അല്ലാത്ത ആൾക്ക് ഇസ്ലാമിനെ പറ്റി ബോധമുണ്ടാകൂ. മുസ്ലിമായ മനുഷ്യന് ഞാൻ യഥാർത്ഥ മുസ്ലിം ആകണമെന്ന് തോന്നുകയുള്ളൂ. അല്ലാതെ എന്താ ലക്ഷ്യം? എന്താ ലക്ഷ്യം? പണ്ട് പറഞ്ഞിരുന്നു മൂല്യന്മാർക്ക് തിന്നാനൊരു വകുപ്പാണ്. ഇപ്പൊ നേരം വെളുത്താൽ എല്ലാ മൂല്യന്മാരും ദ്വാരക്കണത് പടച്ചോനെ കല്യാണം തൽക്കാലം ഉണ്ടാകാതിരിക്കട്ടെ എന്നാ. നന്നെങ്കിലും നിർത്തിക്കൂടെ മൂല്യർക്ക്? നിങ്ങൾ എന്റെ കൂടെ അല്ലല്ലോ പടച്ചോനെ. പണ്ട് പറയും മൂല്യന്മാർക്ക് തിന്നാൻ വേണ്ടിയാണ്. ഇപ്പൊ മൂല്യന്മാർക്കൊക്കെ ഷുഗറാ. മനസ്സിലായില്ല? മൂല്യന് വ്യാഴാഴ്ച പരി പോയി വെള്ളിയാഴ്ച മടങ്ങി വരുന്ന സമയത്ത് തിരിച്ചു വരുമ്പോ പെണ്ണുങ്ങൾ പറയണം എന്താണെന്നറിയോ? നിങ്ങൾ ഉള്ള കല്യാണത്തിന് മൗലൂദിനും ഒക്കെ പോയാണ്ട് തിന്നു മുട്ടല്ലേ മനുഷ്യ. ആര് പറയാ? കണ്ട പുളിച്ച മൗലൂദിനും ഒക്കെ കൂടി പോകരുതട്ടാ. മനസ്സിലായി? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? പെണ്ണുങ്ങളെ കണ്ണൊട്ടിച്ചിടാൻ മൂല്യത്തിന് പോണത്. കാരണം മനസ്സിലായില്ല നിങ്ങൾക്ക്? നിങ്ങൾ ഇതിന്റെ കൂടെ അല്ലേ? കൊളസ്ട്രോള് 320-400. ഇതിനെ കൊണ്ട് സഹിക്കണ്ട് പിന്നെ ഓളാ അല്ലേ? നിങ്ങൾ പറയും മനുഷ്യന്മാര്. പണ്ടാണെങ്കിൽ തിന്നാനില്ലാത്ത കാലം, ഇന്നിപ്പോ എന്താ പറയാ? ഇത് തിന്നലുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഇത് ബാധ്യതയാണ്. വിശ്വചരിത്ര സംഗ്രഹത്തിൽ മുഹമ്മദീയ സമുദായം ലോകത്ത് ചെയ്ത സേവനങ്ങൾ പറയുന്നുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അത് വായിച്ചിട്ട് രോമാഞ്ചമുണ്ടായി പൊട്ടിക്കരഞ്ഞ ഒരാളാണ് ഞാൻ.
കരിഞ്ഞു. നെഹ്റു പറയുന്നു മുഹമ്മദീയ സമുദായം, മുഹമ്മദ് എന്ന മനുഷ്യൻ ഒരു സംസ്കാരം ലോകത്ത് കൊണ്ടുവന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് ശാസ്ത്രം ഉണ്ടാകുമായിരുന്നില്ല, ലോകത്ത് ടെക്നോളജി ഉണ്ടാകുമായിരുന്നില്ല, മനുഷ്യന് മനുഷ്യത്വം അറിയുമായിരുന്നില്ല. മാനവ ചരിത്രത്തിന് അറബികൾ ചെയ്ത സംഭാവന വളരെ വലുതാണ്. എന്നാൽ അറബികൾ ബർബറികളോടുകൂടെ ആടുമേച്ച് നടന്നിരുന്ന ജനതയാണ്. അവർക്കൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അവർക്ക് വിജ്ഞാനം കൊടുത്ത ഒരേ ഒരു മനുഷ്യൻ മുഹമ്മദാണ്. ആരാ പറയുന്നത്? പറ. നെഹ്റു. അഭിമാനല്ലേ? മൗലൂദല്ലേ? മൗലൂദ് എന്നല്ലേ പറയാ? നെഹ്റു പറഞ്ഞാൽ മൗലൂദ് മൗലൂദ് എന്നല്ലേ? നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? എന്താ മനുഷ്യന്മാരെ ഇതെന്താ? ഇതെന്താ? പറഞ്ഞ എന്താ പറയും മനുഷ്യ? അതെന്താ മഹത്വം? ആരുടെ? സാങ്കേതികാർത്ഥത്തിൽ മൗലൂദ് എന്ന് നമ്മൾ പറയുന്നത് എന്തിനാ? ഇപ്പൊ ഒരാൾ ഒരുത്തന്റെ വലുപ്പത്തിൽ എങ്ങനെ പേടിയിരുന്ന് പറയുകയാണെങ്കിൽ എന്നധികം മൗലൂദ് അങ്ങനല്ലേ പറയാ? മനസ്സിലായില്ല? മൗലൂദ് എന്ന് നമ്മൾ സാങ്കേതിക ഭാഷയിൽ പറയുന്നത് എന്തിനാ? മഹത്വം പറയലല്ലേ? നെഹ്റു ആ പറഞ്ഞ മഹത്വല്ലേ? ആരുടെ? മുഹമ്മദ് മുസ്ലിം. അത് ഒരു മുസ്ലിമായ മനുഷ്യൻ കേൾക്കുമ്പോ എന്തൊരു അഭിമാനാണ്. ഇതാരെ പറയുന്നത്? പണ്ഡിറ്റ് ജവഹർലാൽ. നിങ്ങൾ ചിന്തിക്കണം. അഭിമാനല്ലേ മുസൽമാന്? അല്ലാഹു നമുക്ക് ഇജ്ജത്ത് തരട്ടെ. ചിന്തിക്ക്. എന്താണ് എന്താ ആരെ ചർച്ച ചെയ്യാത്ത? മുഹമ്മദീയ സമുദായത്തിൽ പിളർപ്പുണ്ടാക്കി ചാരപ്പണി നടത്താൻ വേണ്ടി ജർമ്മനിയിലെ ജൂതന്മാർ എന്ത് ചെയ്ത്? 20-ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്ത്? പ്രഗത്ഭ എഴുത്തുകാരനായ ലിയോപോൾഡ് വൈസിനെ ഹിജാസിലേക്ക് അയച്ച്. കള്ളനായി അയച്ച്. ഒരു തൊപ്പിയൊക്കെട്ട് ഒരു മുസ്ലിം വേഷധാരിയായി അയച്ച് ലിയോപോൾഡ് വൈസിനെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചാരനാക്കി പറഞ്ഞയച്ചു ജർമ്മനിക്കാർ. ലിയോപോൾഡ് വൈസ് മുസ്ലിം അല്ല അസ്ലൻ. ചാരപ്പണി എടുക്കാൻ വേണ്ടി ലിയോപോൾഡ് വൈസ് ജൂതന്മാർക്ക് വേണ്ടി ചാരപ്പണി എടുക്കാൻ പറ ഹിജാസിൽ വന്നു ഇറങ്ങി 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ. പിന്നെ ആള് ചാരനല്ലേ? അപ്പൊ ആരടി കൂടെ നടക്കണം? പേരിന് ആരായി? പറ ആരായി? മുസ്ലിമായി തമ്പുരാനെ. പിന്നെ അയാൾ അവസരം മാറി. പിന്നെ അയാൾ പുണ്യ റസൂലിനെ പഠിച്ചു. പിന്നെ അയാൾ ചാരപ്പണി എടുത്തില്ല. മുഹമ്മദ് മുസ്തഫയ്ക്ക് എതിരെ പുസ്തകം എഴുതാൻ വേണ്ടി ജർമ്മനിയിലെ ജൂതന്മാർ വിട്ട ആളാണ്. പിന്നെ 20-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും വലിയ ഇസ്ലാമിക ഗ്രന്ഥമെഴുതിയ മുഹമ്മദ് അസദ് റോഡ്സ് മക്ക. 20-ാം കൂടെ ഇല്ലേ? മനസ്സിലായോ? അയാൾക്ക് ഹിജാസിൽ വന്നപ്പോൾ മുത്തുനബിയുടെ ചരിത്രവും മുത്തുനബിയുടെ കഥകളും അറിഞ്ഞപ്പോൾ, മുത്തുനബിയുടെ പേഴ്സണാലിറ്റി അയാൾ പഠിച്ചപ്പോൾ അയാൾക്ക് എതിരെഴുതാൻ കഴിഞ്ഞില്ല. അയാൾ പിന്നെ തിരിച്ചായി ഒറിജിനൽ മുസ്ലിമായി. ലിയോപോൾഡ് വൈസ് ഒറിജിനൽ മുസ്ലിമായി. അയാളാണ് ആര്? മുഹമ്മദ് അസദ്. 20-ാം നൂറ്റാണ്ടിൽ ഇന്ന് വരെയുള്ള 21-ാം നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ യൂറോപ്യന്മാരെ ഏറ്റവും ആകർഷിച്ച ഇസ്ലാമിക പുസ്തകമാണ് ഏത്? റോഡ്സ് ടു മക്ക. ആരാ എഴുതിയത്? മുഹമ്മദ് അസദ്. അയാൾ വന്നത് എങ്ങനെയാ? പറ എങ്ങനെയാ? ജൂതനായി ചാരനായി വന്നത്. പക്ഷേ പുണ്യ റസൂൽ മുസ്തഫ പറയാ അഭിമാനത്തോടെ, മുഹമ്മദ് നമുക്കങ്ങനെ നേതാവിനെ കിട്ടിയില്ല. അൽഹംദുലില്ലാഹ്. പുണ്യ റസൂല് പറഞ്ഞില്ലേ, അനഹറുക്കും മിനൽ അംബിയാ, അനഹറുക്കും മിനൽ അംബിയാ, എന്നെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം. അനഹറുക്കും മിനൽ അംബിയാ, അനഹറുക്കും മിനൽ അംബിയാ, എന്നെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം. അനഹറുക്കും മിനൽ അംബിയാ, എന്നെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം. അനഹറുക്കും മിനൽ അംബിയാ, എന്നെ നബിയായി കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം. മുഹമ്മദ് മുസ്തഫ ആരോട് പറയാ? ഞങ്ങൾ നേതാവ് അത്ര വലിയ ആളാണ്, ഭാഗ്യക്കരാണ്. അതിന്റെ കൂടെ ഇല്ലേ? ആ ഭാഗ്യം പറഞ്ഞോടെ എങ്ങായിമാരെ പറയല്ലേ മനുഷ്യന്മാരോട്? ഞാൻ നിങ്ങളുടെ ഭാഗ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് മനസ്സിലായോ? ആ ഭാഗ്യത്തിന് നമ്മൾ പുറത്ത് പറയണ്ടേ? ആ ഭാഗ്യത്തിന് നമ്മൾ പുറത്ത് പറയണ്ടേ? പറയണ്ടേ? അത് ഏത് സംഗതി അങ്ങനെയല്ലേ? ഒരു നേതാവിന്റെ വലിപ്പത്തരം പറഞ്ഞാലേ ആ പ്രസ്ഥാനം ജയിക്കൂ. മദ്രാസിലെ പ്രഭുവിന്റെ മകനായി ജനിച്ചിട്ട് അവസാനം പുരേ കയറി വരുന്നവർക്ക് ഒരു കസേര കൊടുക്കാനില്ലാതെ തക്കാളിപ്പട്ടിമേൽ ഇരുത്തിയിട്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 10-60 കൊല്ലം ലീഗ് നിലനിന്നത്. ആരുടെ വലിപ്പത്തരം? നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? ഞാൻ രാഷ്ട്രീയം പറയാൻ വിചാരിക്കത്തിട്ടാ, അല്ലാന്ന് വിചാരിക്കണ്ട.
ആണെന്ന് വിചാരിക്കണ്ട, കാര്യം പറയാൻ വിചാരിച്ചാൽ. മനസ്സിലായില്ല? അപ്പൊ എന്തായി? ഇന്നൊരാൾ ലീഗാവുകയാണെങ്കിൽ അയാൾക്ക് പറയാനുള്ള എന്താ? 1000 മിനിറ്റ് വലിയ മഹാന. അതിനനുസരിച്ച് ആ ജനത പറക്കും. അയാളെ കാര്യം പറയാനില്ല എന്ന് പറഞ്ഞാലോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ലീഗിനെ വളർത്തിയത് കായികമില്ലത്താണ്, അല്ലാതെ രാഷ്ട്രമീമാംസ പുസ്തകങ്ങൾ അല്ല. നാഷണൽ കോൺഗ്രസിനെ വളർത്തിയത് ഗാന്ധിജിയാണ്, അല്ലാതെ 125 കോടി ജനങ്ങൾ പുസ്തകം വായിച്ചതല്ല. ഭരണഘടന തിരുത്തി എഴുതാനുള്ള അധികാരം മാത്രം, അതിന് മാത്രം വിശാലമായ അധികാരം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നല്ലോ. കോൺഗ്രസിന് എവിടുന്ന് കോൺഗ്രസിന് അത് കിട്ടിയത്? വ്യക്തിത്വം. ചില വ്യക്തിത്വങ്ങളെ ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞ്. എന്തിനാരൊക്കെ പറയുന്നത്? ഞങ്ങൾ സത്യം പറഞ്ഞു, ഇവിടെ BJP അധികാരത്തിൽ വരാൻ ആദ്യം BJP എന്ത് ചെയ്ത്? BJPയുടെ രാഷ്ട്രമീമാംസ പുസ്തകങ്ങൾ ഇങ്ങനെ നാടാകെ അച്ചടിച്ച് വിതരണം ചെയ്യല്ല. അങ്ങനത്തെ ഒരു പുസ്തകം ഇന്നും BJP അച്ചടിച്ചിട്ടില്ല. BJP എന്താ ആദ്യം ചെയ്തെന്ന് അറിയാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ? BJP എന്താ ആദ്യം ചെയ്തത്? BJP എന്താ ആദ്യം ചെയ്തത്? കോർപ്പറേറ്റുകളെ കൊണ്ട് പണം ഇറക്കിയിട്ട് ഇന്ത്യയിലെ മൊത്തം കവലകളിൽ വലിയ കട്ടൗട്ടാണ് വെച്ചു. ആരുടെ ഓർമ്മല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ സോക്കലുണ്ട് എന്നാണ് അതിന്റെ വേണം. വേറെ സോക്കലുണ്ട്, എന്താ പറയാ, പാർക്കിൻസൺ അല്ലാത്ത എന്താ, അൽസിമേഴ്സ്. നിങ്ങൾക്ക് ഓർമ്മ നശിച്ചു പോണ സോക്കലുണ്ട് എന്നാണ് അതിന്റെ വേണം. മനസ്സിലായില്ല? അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ആര്? മോഡി. നിങ്ങൾക്ക് ഓർമ്മല്ലേ? നിങ്ങൾക്ക് ഓർമ്മല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ല? ഓർമ്മല്ലേ? മനസ്സിലാവണ്ടല്ലേ പറയും. ഇന്ത്യയിലെ മൊത്തം കവലകളിൽ കോർപ്പറേറ്റുകളെ കൊണ്ട് പണം ഇറക്കിയിട്ട് എന്ത് ചെയ്ത്? മോഡിയുടെ കട്ടൗട്ടുകൾ. അന്ന് മോഡി ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല, പിന്നെ മോഡിയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ. അത് തന്നെ. പകരം ഒരു കട്ടൗട്ട് ഇപ്പുറത്ത് ഉണ്ടായില്ല. ഇനി ഒരു കട്ടൗട്ട് ഇല്ലാത്ത കാലത്തോളം ഇന്ദ്രപ്രസ്ഥത്തിലെ അധികാര കസേരയിൽ നിന്ന് അവരെ ഇറക്കാൻ കഴിയും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ആകാശഭൂമിക്കിടയിലുള്ള വിഡ്ഢികൾ എന്നാണ്. ഇയാൾ BJP ആകാനുള്ള പരിപാടി ഉണ്ട് നിങ്ങൾ വിചാരിക്കണം. ഞാനൊരു തത്വം പറഞ്ഞ, ഒരു ജനതയുടെ വികാസം എന്നാൽ ആ ജനതയുടെ നേതാവിന്റെ വലിപ്പത്തരം ലോകത്തെ അറിയിക്കലാണ്. ഇത് ലോകത്താരോടും പറയാൻ പറ്റിയ ആളല്ലേ. എന്നെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം എന്ന് മുഹമ്മദ് മുസ്തഫ. ആരോട് പറയാലോ? ഞങ്ങൾ മുഹമ്മദിന് പിന്നാളാ. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇന്ന ആദം യുഹിബ്ബു അൻ യുസ്തഹറ ഫിൽ ജന്ന ബി അബി മുഹമ്മദ്. സ്വർഗത്തിൽ കയറിയാൽ പോലും ആദം നബി അറിയപ്പെടാൻ ആഗ്രഹിക്കുക ബി മുഹമ്മദ്. ആദം എന്ന് വിളിക്കുന്നത് ആദം നബിക്ക് ഇഷ്ടമില്ല. ആദം നബിക്ക് സ്വർഗത്തിൽ ഇഷ്ടമുള്ള പേര് അബൂ മുഹമ്മദ് എന്ന് വിളിക്കാനാണ്. പറഞ്ഞത് മനസ്സിലായില്ലേ? സ്വർഗത്തിൽ കയറിയാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ താല്പര്യം ആദമേ എന്ന് വിളിക്കാനല്ല. സ്വർഗവാസികൾ ആദം നബിയെ ആദമേ എന്ന് വിളിക്കലല്ല. ആദം നബിയുടെ ആഗ്രഹം തന്റെ മക്കളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മകന്റെ പേരിൽ അറിയപ്പെടാനാണ്. അബി മുഹമ്മദ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അങ്ങനെയല്ലേ ചെയ്തത്? ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത് ഫാത്തിഹയാണ്. ഫാത്തിഹയുടെ ഉള്ളിൽ മുഹമ്മദ് മുസ്തഫാന്റെ പേരുണ്ട്. ഫാത്തിഹ് മിൻ അസ്മാഇ റസൂലില്ലാഹ്. അൽ ഫാത്തിഹ് മിൻ അസ്മാഇ റസൂലില്ലാഹ്. ഫാത്തിഹ് എന്നത് റസൂലുള്ളാഹിന്റെ പേരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിഹ സൂറത്തിന്റെ പേരാണെങ്കിൽ ഫാത്തിഹ് റസൂലുള്ളാഹിന്റെ പേരാണ്. റസൂലുള്ളാഹിന്റെ പേര് എന്തിലുണ്ട്? ഫാത്തിഹയുടെ നാമത്തിലുണ്ട്. മനസ്സിലായില്ല? ഫാത്തിഹ് അൽ ഫാത്തിഹ് ആരുടെ പേരാ? സമോൽഘാടകൻ അൽ ഫാത്തിഹ്. റസൂലുള്ളാഹിന്റെ പേരാണ് അൽ ഫാത്തിഹ്. ഖുർആന്റെ കൽബേദ യാസീൻ ആരുടെ പേരാ? എന്ത് മനുഷ്യന്മാരാണല്ലോ. യാസീൻ ആരെ? റസൂലുള്ളാഹിന്റെ പേര്.
ഖുർആൻ നിങ്ങൾ എന്താ മനുഷ്യന്മാരെ ചിന്തിക്കാത്ത? ഖുർആന്റെ ഖൽബേദാ ഇന്നലി കുല്ലി ഷൈഇൻ ഖൽബൻ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. ഏതൊന്നിനും ഒരു ഖൽബുണ്ടെങ്കിൽ ഖുർആനിനും ഖൽബുണ്ട്. ഖുർആന്റെ ഖൽബ് യാസീനാണ്. യാസീൻ എന്നത് ആരുടെ പേരാണ്? മിൻ അസ്മാഇ റസൂലില്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഖുർആന്റെ ഹൃദയം റസൂലുള്ളാഹിന്റെ പേരിലാണ്. യാസീൻ അല്ലാഹുവിന്റെ പേരല്ല. ആരുടെ പേരാണ്? പറയാ, ആരുടെ പേരാ? റസൂലുള്ളാഹിന്റെ പേരാ. മുഹമ്മദ് മുസ്തഫ ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു ജിബ്രീൽ നാദാ ഫി മനസ്വതി ഹുസ്നിഹി ഹാദാ മലീഹുൽ കൗനി ഹാദാ അഹ്മദു ഹാദാ കഹീലു തുർഫി ഹാദാ മുസ്തഫ هذا جزيل الوصف هذا السيد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. നമ്മുടെ വൽപ്പത്തരം നമ്മുടെ നേതാവിന്റെ വൽപ്പത്തരാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ കൊന്നാളാ പാറി മനുഷ്യന്മാരെ. 12 മൂസാ നബി 12 ഒരു കണക്കല്ലേ? വഇസ്തസ്ഖാ മൂസാ ലിഖൗമിഹി ഫഖുൽനാ അനിദ്രിബ് ബിഅസ്വാകൽ ഹജറ ഫൻഫജറത്. തിരിയാണല്ലോ, മനസ്സിലായില്ലേ പറഞ്ഞത്? യുദ്ധത്തിന് പോയപ്പോൾ അല്ലാഹു തആല ഇവരെ കൊണ്ട് ഏറ്റിച്ചു എന്ത്? മൂസാ നബിയുടെ ചെരുപ്പ് പെട്ടിയിലിട്ടു. പെട്ടിക്ക് 10 ഉണ്ടാക്കി. 10 പോരാ ഉണ്ടാക്കി. 10 പോരാ. അതിന്റെ ഉള്ളില് നെല്ലും ഗോതമ്പും അല്ല. എന്ത്? 10,000 ഉള്ളിൽ പെട്ടി. പെട്ടിന്റെ ഉള്ളിൽ ചെരുപ്പ്. ഏത് ചെരുപ്പ്? മനസ്സിലായില്ല. വല്ല വുഡ്പെയിനല്ലാത്ത എന്താ പറയാ? വലിയ പൈസന്റെ ചെരുപ്പുണ്ടല്ലോ. എന്താ പറയാ? വലിയൊരു പൈസക്കാരൊക്കെ ചെരുപ്പില്ല മനുഷ്യന്മാരെ. 5000 അങ്ങനത്തെ ചെരുപ്പൊന്നും അല്ല. മുതലാളിമാരൊക്കെ ഇടുന്ന 5000ന്റെ ചെരുപ്പൊന്നും അല്ല. എന്ത് ചെരുപ്പ്? ആട് മേച്ച് നടന്ന പെട്ടിന്ന തേങ്ങ ഒരു ചെരുപ്പ് മനുഷ്യ. ആ ചെരുപ്പിനെ പെട്ടിയിലാക്കിയിട്ട് പെട്ടി 10,000 10,000 എന്നിട്ട് കാവൽ നിൽക്കും. അതിലെന്താണുള്ളത്? നേതാവിന്റെ ചെരുപ്പ്, തേങ്ങ ചെരുപ്പ്. എന്റെ ഈ ചെരുപ്പിട്ട ആൾക്ക് ഇത്ര വലിയ മഹത്വം ഉണ്ടെന്ന് ആ ജനതക്ക് മനസ്സിലാവണം. അപ്പോൾ അവരെ ഇസ്ലാം നിലനിൽക്കുള്ളൂ. ഇതിനാ കോമൺ സെൻസ് പോയ മനസ്സിലാക്കാൻ. തലച്ചോറിൽ ഒഴിച്ച് വെള്ളം ഉണ്ടായ തിരിയിലെ പറഞ്ഞ എന്താണ്? ഇത് നമ്മളെ നബി 12 കുടുംബത്തിന് വന്ന നബി അല്ല. ഇത് ഞാൻ ഈ നബിദിന യോഗങ്ങളിൽ ഭയങ്കര ഒരു മഹത്വം കാണുന്നുണ്ട്. എന്താ മഹത്വം അറിയാം? ഈ കുട്ടികൾ 1-2 മാസമായി റസൂലുള്ളാഹിന്റെ മഹത്വം അവര് പഠിക്കും, വേറുള്ളവർ പഠിച്ചത് അവർ കേൾക്കും ചെയ്യും. അപ്പൊ ഞാൻ എന്റെ വീട്ടിലെ ചെറിയ കുട്ടികളുണ്ട്. ഈ കുട്ടികൾ ചില വിവരങ്ങളൊക്കെ പറഞ്ഞ നല്ല അത്ഭുതപ്പെട്ടു. എങ്ങനെ ഇവർക്ക് വിവരം കിട്ടിയത്? അവരെ സിലബസ് അനുസരിച്ച് ആ വിവരം കിട്ടില്ല. എനിക്ക് പറഞ്ഞ മനസ്സിലായ ഭയങ്കര ഗുണം കാണാണ്. നമ്മളെ വീട്ടിലുണ്ടല്ലോ ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ. ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചില വിഷയങ്ങൾ നമ്മളോട് ചോദിക്കും. പക്ഷെ അങ്ങനെ ഹുദൈബിയയിൽ അങ്ങനെയല്ല ഉണ്ടായത്, അങ്ങനെയല്ല ഉണ്ടായത് എന്ന് 3ാം ക്ലാസ് പഠിക്കണോ ചോദിക്കുക. ഹുദൈബിയ അങ്ങനെയല്ലേ, മറ്റേ ഇങ്ങനെയല്ലേ? മനസ്സിലായാലും പറഞ്ഞത് ഹിജ്റക്ക് പോയപ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായ ഒട്ടകത്തിന്റെ പേര് ഇതല്ലേ? മനസ്സിലാക്കാൻ പറഞ്ഞത്. പിന്നെ ഹരീഷിനെ കാക്കാൻ വേണ്ടി സിദ്ദീഖുൽ അക്ബർ അല്ലേ ആദ്യമായി യുദ്ധത്തിന് വന്നപ്പോ ദ്വന്ദ് യുദ്ധത്തിന് ഇറങ്ങിയത്? ഇന്നോരും ഒക്കെ അല്ലേ? പറയുന്നത് മനസ്സിലായില്ലേ? ഇതൊക്കെ ഇത്ര പോന്ന പിന്നെ മക്കൾ ചോദിക്കുക. ഇവരുടെ സിലബസ് അനുസരിച്ച് അവരത് ചോദിക്കാൻ ഒരു ന്യായവും ഇല്ല. അവര് അദബൊന്നും പഠിക്കുന്ന പ്രായമാണ്. പിന്നെ എങ്ങനെയാ അത് പഠിച്ച്? നബിദിന യോഗം സഫർ മാസത്തിലെ തുടങ്ങും പഠിക്കല്. അവരും പഠിക്കും. ആ ബെഞ്ചിലുള്ളവരും ആ ക്ലാസ്സിലുള്ളവരും പഠിച്ചതൊക്കെ പറയാ കേൾക്കും. അപ്പൊ ഭയങ്കര നോളേജ് കൂടും. ഒരു മദ്രസയിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോഴത്തേന് ആ കുട്ടിക്ക് അത്യാവശ്യമായി പഠിക്കാത്ത വിവരങ്ങളെ പറ്റി ഭയങ്കര ബോധം ഉണ്ടാവും. ആരെ പറ്റി? മുത്ത് റസൂലുള്ളാഹ്. ഒന്ന് പറയാം, മുത്ത് റസൂലുള്ളാഹ്. സത്യം പറഞ്ഞാൽ 2 മാസം ശരിക്കും നമുക്ക് എന്തിനു പോകുന്നുണ്ട്? അല്ലല്ലേ? അത് നഷ്ടമല്ല. നമുക്ക് സഫർ മുതൽ റബീഉൽ അവ്വൽ അവസാനം വരെ എന്തിനു പോകും? സിലബസ് കാര്യമായി പഠിപ്പിക്കാൻ അല്ലല്ലേ പഠിച്ചോനെ? മനസ്സിലായില്ലേ? സിലബസ് കാര്യമായി പഠിപ്പിക്കാൻ ആ സമയത്ത് കഴിയില്ല. കഴിയേണ്ട ആവശ്യമല്ല. അതിന്റെ അപ്പുറം നമ്മൾ മേക്കപ്പ് ചെയ്യും. ഈ സമയത്ത് നമ്മൾ അവയർനെസ് കൊടുക്കും. ആരെ പറ്റി? റസൂലുള്ളാഹ്. അത് മതി. അതാണ് കേറിയ കുട്ടികൾ സ്വാലിയാവും. ഭയങ്കര ബോധം ഉണ്ടാവും. അൽഹംദുലില്ലാഹ് എന്ന് പറയും, അൽഹംദുലില്ലാഹ് എന്ന് പറയും. നബിദിനം നടക്കുന്ന മദ്രസയിലെ കുട്ടിക്ക് ഭയങ്കര വിവരം ഉണ്ടാവും. ആരെ പറ്റി?
അത്രയല്ലേ അറിയണ്ടുള്ളൂ. മൂസാനെ പറ്റി വിവരം, നബിയെ പറ്റി വിവരം ഉണ്ടാകാനല്ലേ ചെരുപ്പ് ഏറ്റിച്ച്. അല്ലാതെ ആ ചെരുപ്പ് എന്തിനാ ബലം കൂടെ ഏറ്റിക്കേണ്ട ആവശ്യം? വേറെ ആർക്കെങ്കിലും കൂടെ കൊടുക്കാൻ? നിങ്ങൾ ഇന്റെ കൂടെ അല്ലല്ലോ. യുദ്ധം വരെ അങ്ങോട്ട് ഏറ്റുക, യുദ്ധം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഏറ്റുക, എന്നിട്ട് 10,000 പാത്തച്ച് സെക്യൂരിറ്റി നിർത്തുക, അടുത്ത യുദ്ധത്തിനെടുക്കും. പഠിക്കി